ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്ക്. അപ്പം ഇന്നലത്തെ കുറച്ച് ഫുഡ് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈൻ്റെ മട്ടൻ കറിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ചിക്കൻ ഫ്രൈക്കുള്ള മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകമാണ്, അതും കൂടെ ചേർത്തെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ, കാശ്മീരി മുളകില്ലേ നല്ല കളറുള്ളത് അതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ അതാ കുറച്ച് മല്ലിയും പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് സാജീരകവും കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലി. പിന്നെ അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഒരുമിച്ചിന് എത്രയും മസാല അരച്ചെടുത്തിട്ടുള്ളത് ഒരു 3 കിലോളം ചിക്കൻ എടുത്തിട്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വലിയ സ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല കളറുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ അതും പിന്നെ കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. വലിയ പീസ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരഞ്ഞെടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാൻ തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മസാല പുരട്ടിയിട്ട് ഞാൻ ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റിയാണ്. നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ മട്ടൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഉരുളയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 8-9 സവാള എടുക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. അത് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു 4-5 തൊണ്ടൻ മുളകും ഒരു 8-10 ചെറിയ മുളകിൽ അത് ചതച്ചതും, പിന്നെ അതുപോലെ തന്നെ ഒരു 10-35ഓളം ചെറിയ ഉള്ളി ചതച്ചതും, പിന്നെ ഒരു 4-5 ഫുള്ളായിട്ടന്നെ വെളുത്തുള്ളി ഒന്ന് ക്ലീൻ ചേർത്താണ് അത് ചതച്ചെടുത്തതും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴിച്ച് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് മാത്രം നമുക്ക് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്തെടുക്കും. ഞാൻ അവിടെ ഒരു 2 കിലോളം മട്ടനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടപ്പൊണ്ട് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് എന്നിട്ട് ആ ഒരു കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയൊരു കൈപ്പിടി ചെറിയുള്ളി ചേർത്തെടുക്കുക. അതായത് ഒരു ചെറിയൊരു ബൗൾ നിറച്ചും ചെറിയുള്ളിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഒന്നും കൂടെ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സവാളാണ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചൊന്ന് ചേർത്തെടുക്കാം. അപ്പോൾ ഈ ഒരു പച്ച സവാള ചേർക്കുന്ന സമയത്ത് ആ ഒരു മട്ടൻ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് ഒന്നും കൂടെ നല്ലതായിരിക്കും. തക്കാളി ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു 2 തക്കാളിയും കൂടെ ചേർത്തെടുക്കും, ചെറിയ 2 തക്കാളി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചൊരു 1 മണിക്കൂർ നേരം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അത്യാവശ്യം മുറ്റുള്ള ഇറച്ചിയായിരുന്നേ, അതുകൊണ്ട് തന്നെ അത്രയും സമയം ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളമൊക്കെ ഒന്ന് കുക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. അത്യാവശ്യം എരിവുമുണ്ട്, കളറുണ്ട് ഈ ഒരു മുളക് പൊടിക്ക്. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ്. ഗ്രാമ്പും പട്ടയും ഇലയ്ക്കും കൂടെ 3 കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1 കഷ്ണം പട്ടയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ ഇട്ട് കറക്കി. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ബാക്കിയുള്ള കുറച്ചും കൂടെ കുക്കാവാനുണ്ടല്ലോ അതൊന്ന് കുക്കായി കിട്ടും. മസാലയ്ക്ക് നന്നായിട്ട് ഇറച്ചിയിലൊന്ന് പിടിച്ചും കിട്ടും. കുറച്ച് രമ്പയിലും കൂടെ ചേർത്തെടുക്കണേ, കറിക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ ആ ഒരു കറി ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊന്ന് സാധാരണ നമ്മൾ വെളിച്ചെണ്ണ തന്നെ മുക്കി പൊരിച്ചൊന്ന് കോരിയെടുക്കണം. നമ്മൾ ആ ഒരു എടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൊണ്ട് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കറി ഇവിടെ ഏകദേശം ഒന്ന് റെഡി ചെയ്താൽ മുകളിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ നല്ലോണം പെരട്ട് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉരട്ടിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ പറയുന്നില്ല. തേങ്ങയും കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ വെള്ളം പിന്നെ പത്തിരിപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചൊന്ന് നല്ലോണം തിളപ്പിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ രാത്രിക്കായ സമയത്ത് നമ്മൾ മൈലഞ്ചിക്ക് ഇട്ടിട്ട് വീട്ടിലുള്ളത് തന്നെയാണ്. അതിപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ നമ്മൾ ഈദ്ഗാഹിന് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വരുന്ന സമയത്ത് നല്ലോണം വിശക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ. പിന്നെ രാവിലെ തന്നെ നേരത്തെ എണിച്ചിട്ട് നമ്മൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കറി തലേ ദിവസം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വെച്ചല്ലോ. പിന്നെ അപ്പോൾ ഞാൻ ഇടിയപ്പം കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തലേ ദിവസം ബാക്കിയുള്ള കുറച്ച് ഉരട്ടി ഉണ്ടായിരുന്നു, കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ രാവിലെ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലോട്ട് പോകുന്ന ഒരു ഇതാണ് കേട്ടോ. പുത്തിരി കണ്ട മൈതാനത്ത് വെച്ചായിരുന്നു ഒരു പെരുന്നാൾ നമസ്കാരം. അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുകഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.